ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കിയാലോ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്താണ് നമ്മുടെ എനർജി? എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്? എന്തെല്ലാം എനർജീസ് ഉണ്ട്? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്? ഇത് ഗൈഡൻസ് ആണ്, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ മാറിപ്പോവുക. ഇതാണ് ഗൈഡൻസ് കേട്ടോ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ടാണ് നിങ്ങളിത് കാണേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നമുക്കുള്ള അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ്, അതുപോലെ നമുക്ക് ഉള്ള ഗൈഡൻസ്. പോസിറ്റീവായിട്ടിരിക്കണം. എന്ത് വന്നാലും നല്ലത് മാത്രം ഞാൻ എടുക്കും, നെഗറ്റീവൊന്നും എനിക്കുള്ളതല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം. അതുപോലെ കമൻറ്റ് ഇടാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് താങ്ക് യു യൂണിവേഴ്സ് എന്നെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ. അത് എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ പണം നഷ്ടം. പോസിറ്റീവായിട്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കാർഡ് പണനഷ്ടം. നഷ്ടബോധത്തിലിരിക്കുക എന്നാണ്. അതായത് ചില ആളുകളെ നഷ്ടപ്പെട്ട ദുഃഖത്തിലിരിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം, പണം ആവശ്യമുണ്ട്, പക്ഷേ ആ പണം നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു നഷ്ടബോധത്തിലിരിക്കുന്ന ഒരാളെ പോലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്കിതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ പുറത്ത് നിന്ന് നോക്കും. അപ്പോൾ പൈസ അല്ലാത്തത് കൊണ്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് ഇന്നത് ചെയ്യേണ്ടത് നാളെ ആണെങ്കിലോ, നാളത്തേക്ക് കുറച്ചുകൂടെ സമയം കിട്ടുമല്ലോ, അപ്പോൾ നമുക്കതിൻ്റെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാനോ, ഒന്നുകൂടെ ഈ പൈസ അറേഞ്ച് ചെയ്യാനോ ഒക്കെ നമുക്ക് സമയം കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമോ, അതിനുള്ളൊരു സൊല്യൂഷൻ മാറി നിന്ന് ചിന്തിക്കുക, ഔട്ട്സൈഡറായിട്ട് നിന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് എന്താണോ നമ്മുടെ പ്രശ്നം അതിനുള്ള സൊല്യൂഷനും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമുക്കിപ്പം വേണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് നമുക്ക് ഇല്ലാതെ വരുമ്പോൾ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ആ നഷ്ടബോധത്തിലിരിക്കുക എന്ന് പറയുന്നത് ഈ നിമിഷം നമുക്കില്ലാത്തതിൻ്റെ നഷ്ടബോധമാണ്. ചിലപ്പോൾ അടുത്ത നിമിഷം കിട്ടിയേക്കും. അങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. മനസ്സിലായോ? ഇത് നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നുണ്ട് കേട്ടോ. അതായത് ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, ഇല്ലാത്ത സൈറ്റിൽ കയറി വേണ്ടാത്ത സാധനങ്ങൾ ഓർഡർ ചെയ്യുക. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു സൈറ്റും ഇല്ല, നമുക്ക് അവിടെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മൾ കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ നമ്മുടെ മക്കൾ പോയിട്ട് ആവശ്യമില്ലാത്ത സാധനം എടുക്കും. ഇവർ ബില്ലിനടുത്ത് ചെന്നിട്ടായിരിക്കും ഈ സാധനം നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ കൊച്ചെടുത്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ബില്ല് ചെയ്യും. ആക്ച്വലി നമുക്കൊന്നും അത് ആവശ്യമുള്ള സാധനം ആയിരിക്കത്തില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്, ആവശ്യമുള്ളത്, അങ്ങനെ വേണം സാധനങ്ങളെ ക്രൈറ്റീരിയറൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്ര അത്യാവശ്യമൊന്നും ഇല്ലാത്ത സാധനങ്ങളെ വെറുതെ നമ്മളൊരു റാൻഡമായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങൾ വാങ്ങിച്ച് വെറുതെ പൈസ കളയരുത്. അതൊക്കെ നമുക്ക് ധനനഷ്ടമാണ് കേട്ടോ. ആ പൈസ ചിലപ്പോൾ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നാളെ മറ്റൊരു കാര്യത്തിന് ഉപകാരപ്പെട്ടാലോ. അപ്പോൾ അത്തരത്തിൽ ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നഷ്ടബോധത്തിലിരിക്കുന്ന എനർജിയാണ്. അതൊക്കെയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. അപ്പോൾ കാലിന് വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ കാലിന് വേദന എന്ന് വെച്ചാൽ നമുക്ക് നടക്കാൻ പ്രയാസം തോന്നുന്ന വിധം കാലിന് വേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് ഈ നമ്മളൊരു അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന വലിയ ഭീകരമായ വേദനയൊന്നുമല്ല. പക്ഷേ നമ്മൾ എവിടാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന അവസ്ഥയെ, ഇപ്പം നമ്മൾ പഠിക്കാനാണ് പോയതെങ്കിൽ പഠിക്കാൻ പറ്റാതെ ആവുക. ഇപ്പോൾ നമ്മളൊരു ടൂറിന് പോയതാണെങ്കിൽ നമ്മൾ ആ ടൂർ എൻജോയ് ചെയ്യാൻ പറ്റാതാവുക. അതല്ല, നമ്മൾ കളിക്കാനാണ് പോയതെങ്കിൽ ചെറിയ വേദനയായിരിക്കും, പക്ഷെ നമുക്കത് നല്ലതായിട്ട് ഫുട്ബോളോ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പറ്റാതാവുന്ന അവസ്ഥ. അതായത് നമ്മൾ ഏത് സാഹചര്യത്തിലോട്ടാണോ നമ്മൾ പോയത് അതിനെ 100% നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത് കേട്ടോ. അതായത് പണനഷ്ടം ഉണ്ടാവുക, പണമില്ലല്ലോ എന്ന മൈൻഡ് സെറ്റ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പണം ഇല്ലയെന്ന് വിചാരിക്കരുത്. പണം നമ്മളൊരു കാന്തമാണ്, പണത്തിൻ്റെ ഒരു കാന്തമാണ്. പണം എന്നിലേക്ക് വന്ന് നിറയുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കണം. അതുപോലെ പണം വരുമ്പോഴും പോകുമ്പോഴും നമ്മൾ പണത്തിനെ അനുഗ്രഹിക്കുക, ബ്ലെസ് ചെയ്യുക, പണത്തിന് താങ്ക് യു പറയുക, പണത്തിന് ഹോപ്പനൊപ്പന പറയുക കേട്ടോ. അപ്പോൾ അതാണ് 5 ഓഫ് പെൻറ്റക്കിൾ. അതിനകത്ത് പറയുന്നത് കാലുവേദന, ഷോൾഡർ, നെക്കൊക്കെ വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കുക. വേദന ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിക്കണം, വെച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മളിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് 100% കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ 5 ഓഫ് പെൻറ്റക്കിൾസിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്.
കുറേ ദിവസമായി ചുമ വന്നിട്ട്. അമ്മൂന് ഇന്നും ചുമയാണോന്നല്ലേ ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജനിച്ച ദിവസം 6 നമുക്ക് ത്രോട്ടിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എനിക്ക് 6 കേട്ടോ. കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ആ സമയം ഓർ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. ദെൻ നൈറ്റ് ഓഫ് കപ്സ്. കപ്പ് എന്ന് പറഞ്ഞ ഇമോഷനാണ്. അതായത് ഒരു കപ്പ് ഓഫ് ലവ് നമുക്ക് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ നമ്മളിലേക്ക് ആരോ വരുന്നു എന്നാണ്. പതുക്കെ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പതുക്കെ എന്ന് ചോദിച്ചാൽ, ഈ ആൾ നമ്മുടെ ലൈഫിൽ മുൻപ് ഉണ്ടായിരുന്ന ഒരാളാണ്. അയാൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് പോയിട്ടുള്ള ഒരാളാണ്. അയാൾ പതുക്കെ അയാളുടെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കിടയിൽ കുറേ കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അയാൾ നമ്മളിലേക്ക് തിരിച്ചു വരവ് നടത്തുന്നതാണ് നൈറ്റ് ഓഫ് കപ്സ്. ഇത് നിങ്ങൾക്കൊരു കത്തായിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. കത്തായിരിക്കാം, മെയിലായിരിക്കാം, ഒരു കോളായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സണായിട്ട് തന്നെ ചിലപ്പോൾ മുന്നിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. പതുക്കെ നമ്മളിൽ നിന്ന് പോയിട്ടുള്ള ഒരാൾ തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് വന്നൊരു റീയൂണിയൻ ഉണ്ടാവുന്നതാണ് നൈറ്റ് ഓഫ് കപ്സ് കേട്ടോ. നമ്മൾ കാത്തിരുന്ന ഒരാളാണ്, പുതിയ ആളല്ല കേട്ടോ. ഇയാൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും, കാരണം അയാളുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് ഇയാൾ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതാണ് നൈറ്റ് ഓഫ് കപ്സ്. ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ് കേട്ടോ. ദെൻ വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് വിദേശയാത്രയുടെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനോ വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരാനോ ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം, മേ ബി നിങ്ങൾക്ക് വിദേശത്ത് ജോലി കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ വിദേശത്ത് ജോലിയുള്ളവർ നാട്ടിലേക്ക് ലീവിന് വരുന്നുണ്ടാവാം. അത്തരത്തിലുള്ളൊരു എയർ ട്രാവലിൻ്റെ കാർഡാണ് വേൾഡ്. അതായത് ഒരു സീ ഫെയർ, അതാണ് ഓവർസീസ് യാത്ര നടത്തുക എന്നുള്ള എനർജിയാണ് വേൾഡ് കാർഡ്. അതുപോലെ ഒരു സൈക്കിൾ, ഇത് കണ്ടില്ലേ, ഒരു സൈക്കിളാണ്. ഒരു സൈക്കിള് എൻഡ് ആവുന്നു എന്നാണ്. അതുപോലെ ഒരു ഡാൻസിങ് ലേഡിയാണ്. അതായത് നമ്മളെ ആസ്വദിക്കുക, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ 100% കൊടുത്ത് നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കുക. നമുക്ക് ചുറ്റും പല സ്വഭാവത്തിലുള്ള മനുഷ്യർ നമ്മളെക്കുറിച്ച് നല്ലതും ചീത്തയൊക്കെ പറയുന്നുണ്ടാവും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരങ്ങനെ പറയുന്നുണ്ടോ, അവരങ്ങനെ പറയുമോ, ഇവരെങ്ങനെ പറയുമോ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക. നമ്മൾ മാത്രം നമ്മുടെ സന്തോഷത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ സന്തോഷിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് വേൾഡ് കാർഡ്. ഇത് ഒരു സക്സസിൻ്റെ കാർഡാണ്, വിക്ടറിയുടെ കാർഡാണ്, ഒരു സൈക്കിള് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ കാർഡാണ് വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തോ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു സക്സസ് വരുന്നുണ്ട്, ഒരു കംപ്ലീഷൻ വരുന്നുണ്ട്. ഒരു സൈക്കിള് കംപ്ലീറ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതാണ് വേൾഡ് കാർഡ്. അപ്പോൾ ഈ വേൾഡ് എന്ന് പറയുന്ന കാർഡ് 21st നമ്പറാണ്. പക്ഷേ 22nd കാർഡാണ് മേജർ അർക്കാന കാർഡിലെ. അതായത് മേജർ അർക്കാന കാർഡിലെ നമ്മൾ പഠിക്കുന്ന ജീവിത പാഠങ്ങളിലെ അവസാനത്തെ കാർഡാണ് വേൾഡ് കാർഡ്. അപ്പോൾ നിങ്ങളുടെ ഒരു സൈക്കിള്, നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വൽ ലൈഫിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻ എൻഡായിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതാവാൻ സാധ്യതയുണ്ട് എന്നാണ് വേൾഡ് കാർഡ് പറയുന്നത്. ഓക്കെ, ഈ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പൊക്രോ സൗണ്ട് അല്ല എൻ്റെത്. എനിക്ക് വേറൊരു സൗണ്ടുണ്ട്. എനിക്ക് ജലദോഷം ആയതുകൊണ്ടാണ് കേട്ടോ. ചിരിക്കുന്നതിന് സോറി ടു സേ ദിസ്. ഓക്കെ, എനിക്ക് മസിൽ പിടിച്ച് വായിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. റീഡ് ചെയ്യുമ്പോൾ ചിരിക്കല്ലെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചിരിക്കും. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് കപ്സ് ആണ് കേട്ടോ. 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, രാത്രിയിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുള്ള ആയിട്ട് റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾ ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഇത് റീയൂണിയൻ്റെ കാർഡാണ്. 6 ഓഫ് കപ്സ് റീയൂണിയൻ്റെ കാർഡാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതാവാം റീയൂണിയൻ. ചിലപ്പോൾ നിങ്ങളുടെ ബ്രദർ ഓർ സിസ്റ്റർ, അതായത് നിങ്ങളുടെ സിബ്ലിങ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒട്ടും അറിയാത്തൊരു വ്യക്തിയിൽ നിന്നൊരു ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ്, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ സ്വത്ത് കിട്ടുന്നതോ വീടിൻ്റെ ഭാഗം വെപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അതല്ലെങ്കിൽ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ കാണുക, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ കുറിച്ച് കേൾക്കുക, അവരെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുക, അല്ലെങ്കിൽ അവരെ കാണുക. നമ്മൾ പണ്ട് പഠിച്ച സ്കൂളിൽ ചെല്ലുക, പണ്ട് പഠിച്ച ജോലി ചെയ്ത സ്ഥലത്ത് ചെല്ലുക,
പണ്ട് കൂടെ കളിച്ച് നടന്ന നെയ്ബേഴ്സിനെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ കാണുക, അവരെക്കുറിച്ച് കേൾക്കുക. നൊസ്റ്റാൾജിയാണ്, പാസ്റ്റിലെ ആളുകളെ ആയിട്ട് സമ്പർക്കത്തിൽ വരിക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് കേൾക്കുക, കാണുക. അതൊക്കെയാണ് 6 ഓഫ് കപ്പ് പറയുന്നത് കേട്ടോ. നൊസ്റ്റാൾജിക് ഫീലിങ്ങിൽ ഇരിക്കുക എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് അയ്യോ ഞാനുണ്ടല്ലോ പണ്ട് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു നമ്മൾ ബഡായി പറയത്തില്ലേ, തള്ളുക എന്ന് പറയത്തില്ലേ, അതാണ്. അപ്പോൾ അവർ ആരോടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ പഴയ കഥകളൊക്കെ പറയുന്നുണ്ടാവാം. അതാണ് 6 ഓഫ് കപ്പ്. ഇതൊരു റിയൂണിയൻ്റെ കാർഡാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് റിയൂണിയൻ ആണെന്ന് തോന്നുമല്ലോ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും പേഴ്സണായിട്ടൊരു ഒരു അലയൻസിലേക്ക് വരുന്നത്. പക്ഷേ നിങ്ങൾക്കത് റിയൂണിയൻ ആണെന്ന് തോന്നത്തില്ല. ഫസ്റ്റ് അലയൻസ് ആയിരിക്കും. പക്ഷേ അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന റിലേഷൻഷിപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഇത് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ നിങ്ങളിന്ന് സമ്പർക്കത്തിൽ വരാനോ അവിടെ ഒരു റീയൂണിയൻ ഉണ്ടാവാനോ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. പാസ്റ്റിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പുതിയ റിലേഷൻഷിപ്പുകൾ അലയൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ദെൻ 10 ഓഫ് വാൺസ് ആണ്. അതായത് ഇന്ന് അധികമായി ജോലികൾ ചെയ്യേണ്ടി വരും, അധികം കർമ്മ ചെയ്യേണ്ടി വരും. നമ്മുടെ തലയിൽ ഒന്നിലധികം ബാധ്യതകൾ ഇരിക്കുന്നു, ഒന്നിലധികം ബേർഡൻസ് ഇരിക്കുന്നു. നമുക്ക് ഇത് താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റാത്ത വിധം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തലയിൽ എടുക്കുന്നതാണ് 10 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. നമ്മൾ ദയവേത് ഇന്ന് പുതിയ കർമാസ് പിടിക്കാൻ പോകാതിരിക്കുക. അതായത് നമ്മൾ വെറുതെ ഇരുന്നിങ്ങനെ രണ്ടുപേര് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ കുറ്റം പറയുമല്ലോ, നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരാളുടെ കുറ്റം പറയത്തില്ലേ, ആ കുറ്റം പറയാമെന്ന് പറഞ്ഞാൽ അയാൾ അനുഭവിക്കേണ്ടുന്ന ഒരു കർമ്മത്തിൻ്റെ പകുതി നമ്മൾ എടുക്കുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റുള്ളവരുടെ കുറ്റം പറയരുത്. നമ്മൾ കുറ്റം പറയുമ്പോൾ അവരുടെ കർമ്മ പകുതി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പങ്കിട്ടെടുക്കുമ്പോൾ അവരുടേത് പകുതിയാകും. നമ്മളിത് വേറെ ആരോടെങ്കിലും പറയുമ്പോൾ ഇതിൻ്റെ പകുതി അവർക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിൽ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ തലയിലേക്ക് പുതിയ കർമ്മകൾ, മറ്റുള്ളവരുടെ കർമ്മകൾ കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത വിധം നമ്മൾ സ്ട്രഗ്ലിംഗ് ആവുന്നതാണ് 10 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഇന്ന് അധികമായിട്ട് ജോലികൾ ചെയ്യേണ്ടി വരും. അതുപോലെ മറ്റുള്ളവരുടെ ജോലി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, മറ്റുള്ളവരുടെ കർമാസ് ഹോൾഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളൊരു എനർജിയാണ് 10 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്തായാലും ചിലപ്പോൾ അതിൻ്റെ ഒരു തീക്ഷ്ണത ചിലപ്പോൾ കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഈ അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുമെന്ന് പറയത്തില്ലേ, അതുപോലെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസിൻ്റെ കുറച്ചും കൂടി ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ചിലപ്പോൾ ഇന്ന് അനുഭവിക്കും. അതായത് നിങ്ങൾ ഒരു സെപ്പറേഷനിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്, നിങ്ങൾ കുറച്ച് ഹീലായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഇന്നേ ദിവസം ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യുക, അവരെക്കുറിച്ച് മാത്രം ആലോചിക്കുക, വെറുതെ ഇരുന്ന് കരയുക, അവരെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ വേദനിക്കുക, വിഷമിക്കുക. എന്നിട്ട് പിന്നെ ആലോചിക്കും ഞാൻ എന്തിനാണ് അങ്ങനെ വേദനിച്ചത്, എനിക്കിപ്പോൾ എന്താണ് പറ്റിയത്, ഞാൻ എന്തിനാണ് ആ ഹെവിനെസ് അനുഭവിച്ചത് എന്നൊക്കെ ആലോചിക്കുക. എന്താണ് ആ സൈക്കിൾ എൻഡായി പോകുന്നതാണ്. അപ്പോൾ സൈക്കിൾ എൻഡായി പോകുമ്പോൾ അവിടെ കുറച്ചും കൂടെ പെയിൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും. കർമ്മ ക്ലിയർ ആവുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇമോഷണൽ ഭയങ്കരമായിട്ട് ഔട്ട് ബേസ്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഇമോഷണൽ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഹീലിംഗ് നടക്കുന്നത് കൊണ്ടും നിങ്ങൾ ആ കർമ്മയിൽ നിന്ന് റിലീസ് ആവുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും ഇതേ പെയിൻ അനുഭവിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് മിറർ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കിങ് ഓഫ് വാൺസ് ആണ്. ഇത് ഓൾറെഡി ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുതിയ ജോലിയിലേക്ക് നോക്കുന്നതായിരിക്കും, പുതിയ ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു പാഷൻ ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ മറ്റൊരു പാഷനിലേക്ക് പോകുന്നതായിരിക്കാം. ഇനി അതല്ല ഒരു റിലേഷൻഷിപ്പ് എൻഡപ്പായി നിൽക്കുന്ന ആളാണെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്നതാകാൻ സാധ്യതയുണ്ട്. അതായത് ഇയാൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, പാഷനെ പിന്തുടർന്ന് അതിനെ ചേസ് ചെയ്ത് അതിൻ്റെ അറ്റം വരെ പോകുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ എക്സ്ട്രീം എൻഡ് ചെല്ലുമ്പോൾ അതിനോടുള്ളൊരു ഇഷ്ടം പോകും, എന്നിട്ട് അടുത്തതിലോട്ട് ചാടും. അങ്ങനെ ഒരു മങ്കി മൈൻഡുള്ള മനുഷ്യരില്ലേ, ഇങ്ങനെ താല്പര്യങ്ങൾ മാറി വരുന്ന ചാടി നടക്കുന്ന മനുഷ്യരില്ലേ, അത്തരത്തിൽ നമ്മൾ പുതിയൊരു താല്പര്യം തോന്നുന്ന ഒരാളാണ്. അത് ബന്ധങ്ങളെക്കുറിച്ചാവാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാഷനെക്കുറിച്ചാവാം, ജോലിയെക്കുറിച്ചാവാം, മറ്റൊരു ജോലിയെക്കുറിച്ചോ മറ്റൊരു പാഷനെക്കുറിച്ചോ മറ്റൊരു വ്യക്തിയെക്കുറിച്ചോ ഒക്കെ ആലോചിക്കുന്ന കാർഡാണ് ഈ കിങ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ഫ്ലർട്ട് എനർജിയാണ്. ഇന്നിപ്പോൾ എവിടെയെങ്കിലും കല്യാണത്തൊക്കെ പോകുകയാണെങ്കിൽ വായി നോക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു എനർജിയാണ് കിങ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്താ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഒരാളാണ് കിങ് ഓഫ് വാണ്ട്സ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റാറാണ്. ഇതൊരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്, ബാലൻസിൻ്റെ കാർഡാണ്, പ്രതീക്ഷയുടെ കാർഡാണ്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിരിക്കുന്ന ഇടം വളരെ പ്രതീക്ഷാ നിർഭരമാക്കുക എന്നുള്ളതാണ്. നമ്മളെ കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്കൊരു പ്രതീക്ഷ തോന്നണം. മറ്റുള്ളവർക്ക് നമ്മളൊരു താങ്ങും തണലും ഒരു സ്റ്റാറും ആയിരിക്കണം. അവർക്ക് വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റണം, അവർക്കൊരു ഹീലിംഗ് കിട്ടണം. അതുപോലെ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നുണ്ടാവാം. നിങ്ങളിപ്പോൾ ഹീലിങ്ങിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ഹീൽ ചെയ്യപ്പെടുന്ന കാർഡാണ് സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു പ്രതീക്ഷ കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയേ ഇല്ലാതെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്തോ ഒരു പ്രതീക്ഷ, എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയൊരു കാര്യം തുടങ്ങാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ ചിന്തയിലാണ് കേട്ടോ, നമ്മൾ ചിന്തയിൽ നമ്മൾ ഭയങ്കര പെയിനിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ മാത്രം എന്തിനാണ് ഇത്ര വേദന അനുഭവിക്കുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അയാൾ മൂവ് ഓൺ ചെയ്തല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ മാത്രം വേദനിക്കുന്നത് എന്നൊരൊറ്റ ചിന്തയിൽ നമ്മളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകത്തില്ലേ, ഫെർട്ടിലിറ്റിയിലോട്ട് പോകത്തില്ലേ, ആ കാർഡാണ് സ്റ്റാർ. അതായത് നമുക്ക് പുതിയൊരു പ്രതീക്ഷ ലഭിക്കുന്നു, പുതിയൊരു തുടക്കം കിട്ടുന്നു, നമ്മൾ സ്റ്റാർ ആവുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്നു, നമ്മൾ സ്റ്റാർ ആവുന്നു. അപ്പോൾ നമ്മുടെ കർമ്മയൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കുറച്ചും കൂടെ പരിശുദ്ധമായ ആത്മാവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. ഇന്ന് നിങ്ങളായിരിക്കും എവിടെയെങ്കിലും ഒരു ഗ്യാതറിങ്ങിലൊക്കെ പോയാൽ അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും ഇന്നത്തെ സ്റ്റാർ. ഓക്കെ, ദെൻ 9 ഓഫ് കപ്സ് ആണ്. കുറച്ച് മടിയൊക്കെ ഇന്ന ദിവസം തോന്നാൻ സാധ്യതയുണ്ട്. കുറച്ച് മടിയല്ല, എന്ന് മടിയാണ്, അതിൻ്റെ കൂടെ ഇന്ന് ഇച്ചിരി കൂടെ മടി. അപ്പം അതാണ് 9 ഓഫ് കപ്സ്. കുറച്ച് അലസത, ഞാനെല്ലാം ചെയ്തു, എല്ലാം ഓക്കെയാണ്, സെറ്റാണെന്ന് വിചാരിച്ചിട്ട് പുതിയതായിട്ടൊന്നും ചെയ്യാതിരിക്കുന്ന അലസനായ ഒരാൾ, മടിയനായ ഒരാളാണ്. കാരണം നമ്മൾ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അതായത് നെക്സ്റ്റ് ഞാൻ എൻ്റെ കർമ്മ കംപ്ലീറ്റ് ആയ, അല്ലെങ്കിൽ ഞാൻ എന്താണോ ചേസ് ചെയ്ത് വന്നത് അതെനിക്ക് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു, ഇനി ഞാനൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ കൈ കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ 9 ഓഫ് കപ്സ്. അത് നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആയിരിക്കും, പക്ഷെ നമ്മൾ ഹാപ്പിയാണ്, സക്സസ്ഫുൾ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ റെഡിയല്ല, നമ്മളൊന്നും ചെയ്യത്തില്ല, കൈയും കെട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല, നമ്മൾ വെറുതെ മടിയനായിട്ട് അലസനായിട്ടിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഇന്നും കൂടെ വർക്ക് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ, കാര്യങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം, പക്ഷേ ഞാൻ ചെയ്യൂല. അതാണ് കേട്ടോ. ദെൻ ക്വീൻ ഓഫ് കപ്സ് ആണ്. വീണ്ടും ഹീലിംഗ് ആണ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് സെൽഫ് ലവ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ വെറുതെ നിങ്ങളുടെ മേക്കപ്പ് ബോക്സ് എടുത്തിട്ട് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് കുറച്ച് ഭംഗിയുള്ള, നിങ്ങളെ കുറച്ചും കൂടെ ബെറ്റർ മെയ്ഡ് യു അപ്പ്, എന്നിട്ട് നിങ്ങളതിൻ്റെ കണ്ണാടി നോക്കിയിട്ട് ആഹാ കൊള്ളാലോ സൂപ്പർ എന്ന് നമ്മൾ പറയത്തില്ലേ, ആ എനർജിയാണ്. അതായത് നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നു, നമുക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ഹീലിംഗ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, യോഗ ചെയ്യുന്നു, അതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് ഒന്നാമത്തത്. 2, നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നുക. അവർക്ക് തോന്നുവാണ് എന്നോട് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് വന്നാൽ അവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും, അല്ലെങ്കിൽ ഇവർ കൊള്ളാലോ, ഇവർ നന്നായിട്ടാണല്ലോ സംസാരിക്കുന്നത്, ഇവർക്കൊരു മദർലി ആയിട്ടുള്ളൊരു അഫെക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇവരുടെ അടുത്ത് ചെന്നാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തോന്നിയിട്ട് ആളുകൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരിക, നമ്മുടെ അടുത്ത് വന്ന് നമ്മളിൽ നിന്ന് അവർ ഹീലിംഗ് വാങ്ങിച്ച് സമാധാനപ്പെട്ട് പോവുക. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇതിനേക്കാൾ മുറിവേറ്റ ആത്മാവാണ്. ഓക്കെ, നമ്മൾ അതിനേക്കാൾ വൂണ്ടഡാണ്. നമ്മൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് നമുക്കും ഹീലിംഗ് ആവശ്യമുണ്ട്, നമുക്ക് ഹീലിംഗ് നൽകപ്പെടേണ്ടതുണ്ട്, നമ്മളും ഹീൽ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ചില ഇൻസ്റ്റൻസസ് നമ്മുടെ ലൈഫിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ചില മനുഷ്യർ ചില കാര്യങ്ങളൊന്ന് പറയുമ്പോൾ എൻ്റെ പ്രശ്നവും ഇത് തന്നെയാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ്. അതുപോലെ ഒരു മദർലി അഫെക്ഷൻ ആയിരിക്കും. നിങ്ങളിന്ന് ആരെയൊക്കെ കണ്ടാലും ചിലപ്പോൾ ചില മനുഷ്യരോട് പ്രത്യേകമായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് പൂർണ്ണമായിട്ടും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിരിക്കും. അത് ഞാൻ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുതരാം എന്ന് നമ്മൾ പറയത്തില്ലേ. അതായത് അവരുമായിട്ട് നമ്മൾ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ഒന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. അത് സാരമില്ല, അത് ഞാൻ വാങ്ങിച്ചു തരാം, അത് ഞാൻ കൊണ്ടുതരാം എന്ന് പറയത്തില്ലേ. അങ്ങനെയും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് രണ്ടാമതൊന്നും ചിന്തിക്കാതെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു മദർലി അഫെക്ഷനാണ് ഈ പറഞ്ഞ ക്വീൻ ഓഫ് കപ്സ്. നമ്മൾ ഒരിക്കലും അങ്ങനെ അഡിക്റ്റീവ് ആയിരിക്കാൻ പാടില്ല. അങ്ങനെ അഡിക്റ്റീവ് ആയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് അങ്ങോട്ട് അഡിക്റ്റീവ് ആവുന്നത്, ആ പേഴ്സൺ ഡിമാൻഡ് ചെയ്യുന്നില്ലത്. നമുക്ക് വളരെ സ്നേഹമുള്ളതുകൊണ്ട്, നമുക്ക് വളരെ സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളത് മുഴുവൻ കൊണ്ടുവന്ന് ഒരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അവരതിനെ മാക്സിമം മുതലാക്കും. അവർ ചോദിക്കും ഞാൻ നിന്നോട് പറഞ്ഞോ, ഞാൻ നിന്നോട് ചോദിച്ചോ എന്ന് നാളെ ഒരു ദിവസം തിരിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അൺകണ്ടീഷണലായിട്ട് ഒരാളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതാണ് ഈ ക്വീൻ ഓഫ് കപ്പ്. ഭയങ്കര മദർലി അഫെക്ഷനോടുകൂടി, വാത്സല്യത്തോടുകൂടി ഒരാളെ സ്നേഹിക്കുകയും അയാൾക്ക് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുകയും ചെയ്യുന്ന എനർജിയാണ് ക്വീൻ ഓഫ് കപ്പ്. അത് ചെയ്യാൻ പാടില്ല, ബിക്കോസ് അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാർഡാണ്. ഭയങ്കര ഡീപ്പ് ഡിപ്രഷനിലൊക്കെ പോകുന്ന കാർഡാണ് ക്വീൻ ഓഫ് കപ്പ്.
സോറി. ലാസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നൈറ്റ് ഓഫ് കപ്പും ഉണ്ട്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെയോ റീയൂണിയൻ ഉണ്ട് കേട്ടോ. ആരുടെയൊക്കെയോ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ തിരിച്ചു വരിക, കിട്ടത്തില്ലാന്ന് വിചാരിച്ച് പണം തിരിച്ചു വരിക, മൂല്യമുള്ള എന്തൊക്കെയോ സാധനങ്ങൾ നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരിക, അതൊക്കെയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ നൈറ്റ് ഓഫ് കപ്പും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും സമയമെടുത്ത് നമ്മളിലേക്ക് തിരിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സമയമെടുത്തു എന്ന് ചോദിച്ചാൽ, ആ എന്താണോ നഷ്ടപ്പെട്ടത് അതിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ ആ നഷ്ടം എന്ത് തന്നെയായാലും, പണമായാലും വ്യക്തിയായാലും അതല്ല വിലപിടിപ്പുള്ള സാധനമായാലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും വേണം. അതുപോലെ അവർ ഉണ്ടായിരുന്ന കാലവും ഇല്ലായിരുന്ന കാലവും ഉണ്ടല്ലോ, ആ കാലത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാനുണ്ട്. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ വ്യക്തികളായാലും ഈ പറഞ്ഞ ധനമായാലും നമ്മളിലേക്ക് തിരിച്ച് വരത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നഷ്ടപ്പെട്ട പണമോ, കിട്ടത്തില്ലെന്ന് വിചാരിച്ച പണമോ, കാത്തിരുന്ന പണമോ ഒക്കെ തിരിച്ചു വരുന്നതാകാം. കമ്മിറ്റ്മെൻറ്റ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാവാം. അത്തരത്തിലൊക്കെ ഉള്ളൊരു റീയൂണിയൻ്റെ കാർഡാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ നൈറ്റ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസിലേക്കുള്ള ട്രാവലുകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. യാത്രയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കാണുന്നുണ്ട്. ഓക്കെ, ബോട്ടം വന്നേക്കുന്ന ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ധാരാളം പണം, ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇത് ഞാൻ ഇന്നലെ ഫസ്റ്റ് കാർഡ് നമുക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു. അപ്പോൾ ആർക്കും ധാരാളമായിട്ട് പണം വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു സീഡാണ്. സീഡ് എന്ന് വെച്ചാൽ വിത്ത്. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് വിളവെടുക്കാൻ പാകത്തിന് നമ്മളൊരു വിത്ത് കുഴിച്ചിടുക എന്നാണ്. ഇന്ന് നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടാൽ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ വിളവെടുക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതോ, ചിലപ്പോൾ ഒരു വെറുതെ ഒരു ഹോം ബേക്കറായിട്ട് ജസ്റ്റ് നമ്മൾ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വെറുതെ ഒരു ഡാൻസ് കളിച്ചിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ഒരു തുടക്കമാണ്. നമുക്കറിയില്ല ഇതൊക്കെ ഏതൊക്കെ ഹൈറ്റ്സിലേക്ക് പോകുമെന്നുള്ളത്. അപ്പോൾ പറ്റുന്ന അത്രയും ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇന്നൊരു പുതിയ തുടക്കമാണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു പുതിയ തുടക്കമാണെന്നാണ് കാണുന്നത്. ചിലർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ചിലർക്ക് പുതിയ ആദ്യത്തെ ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കും, ചിലർക്ക് പണപരമായിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റുകൾ കിട്ടുന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു പുതിയ തുടക്കം എന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. അതുപോലെ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. പണം നിങ്ങളിലേക്ക് ധാരാളമായി വരുന്നു എന്നാണ്. പണത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലണം എന്നാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ഈ റീഡിങ് നല്ല പോസിറ്റീവായിട്ടുള്ള റീഡിങ്ങാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം. മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ താങ്ക് യു യൂണിവേഴ്സെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെല്ലാം ഭാഗങ്ങൾ റെസണേറ്റ് ആയി എന്ന് പറയണം. ഇന്നലത്തെ റീഡിങ്ങോ എന്നത്തെ ആയാലും നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസത്തെ റീഡിങ്സ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ റെസണേറ്റ് ആയെന്നും, റെസണേറ്റ് ആയില്ലെങ്കിൽ റെസണേറ്റ് ആയില്ലെന്നും പറയുക. അതുപോലെ തുടർച്ചയായിട്ട് റീഡിങ് കാണുകയും റെസണേറ്റ് ആവാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണണ്ട. കാരണം നമുക്ക് എനർജി കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്കത് കണക്റ്റ് ആവാത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ സ്കിപ്പ് ചെയ്ത് നോക്കുള്ളൂ. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ചാനൽ ചിലപ്പോൾ റെസണേറ്റ് ആവും. ഓക്കെ, അപ്പോൾ എത്ര നാൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ. താങ്ക് യു സോ മച്ച്. നാളെ കാണാം.